നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഫുള്ള് എന്താ പറയുക നടന്നിട്ടുണ്ട്. ഇനിയിപ്പം അമ്മേൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ഇതിൻ്റെ നനയും കാര്യങ്ങളൊക്കെ. ഇത് ഒരു നടക്കൊന്നും പോവില്ല, മണ്ണൊക്കെ ഭയങ്കര ഹാർഡായി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് പണിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഒരു എൽ ഷേപ്പിൽ. അപ്പോൾ ഇത് ചെടിയൊക്കെ വളർത്താം എന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയത്തിയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെന്താ, ഇനിയിപ്പം അച്ഛനും അമ്മയും പ്രായം കൂടുന്നതുകൊണ്ടാണോ അതോ അവരെ മടി കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ ഇവിടെ ചെടിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതുവരെ നടന്നില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കെട്ടിയോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് പിന്നെ ചെടികളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഇവിടെ വെച്ച് കൊടുക്കണം. പിന്നെ എൻ്റെ വീടിരിക്കുന്നത് ഇതേ ഒരു കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താട്ടോ. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടി ദൂരം ഉണ്ടാവും, പക്ഷേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരേ പറമ്പ് പോലെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയും അടുത്താണ് നമ്മുടെ അമ്പലവും വീടും. ഭയങ്കര ഹാർഡാണ്, കൈക്കോട്ടുണ്ടൊന്നും പോവില്ല. മറ്റേ നമ്മളെ പിക്കാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇവിടെ പുല്ലൊക്കെ പൊക്കി അത്യാവശ്യം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ചെയ്യാനെ കൊണ്ട് പറ്റില്ല, അത് ഭയങ്കര ഹാർഡാണ്. നമുക്ക് ഈ സാധനം കൈമാറാം. ഇപ്പോൾ ഭാര്യ ആയുധം വെച്ച് കീഴടങ്ങി. നല്ല ഹാർഡ് മണ്ണാ, നല്ല കണ്ടോ, നല്ല വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കാത്തതുകൊണ്ട് നല്ല ഭയങ്കര ഹാർഡാണ്. അത് ഇതുകൊണ്ട് ആവും തോന്നില്ല. ഇതിന് പിക്കാസ് വേണം. പിക്കാസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇതിൻ്റെ ഔട്ട്പുട്ട് നീ നോക്കിക്കോണ്ടി, കഷ്ടപ്പെട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ സൂപ്പറായിരിക്കും. അച്ഛനും അമ്മയും വരുമ്പോഴത്തേക്ക് അയ്യോ ഞങ്ങൾക്ക് വീട് മാറിയോ എന്ന് വിചാരിക്കണം. തേങ്ങ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, വീട് എന്ത് മാറാനാ. അപ്പം നമ്മൾ ഫുള്ള് മണ്ണും കിളച്ചിട്ട് നമ്മൾ ഫുള്ള് ഡിലേ ആക്കിയിട്ടുണ്ട്. ഇനി മിക്സ് ഉണ്ട്, വളം മിക്സ് ഉണ്ട്, പിന്നെ ചാണകപ്പൊടി ഉണ്ട്. അപ്പം അത് രണ്ടും നമ്മൾ ഈ മണ്ണിൻ്റെ കൂടെ ഇട്ടിട്ട് ശരിക്കും നല്ല മണ്ണും ചാണകപ്പൊടിയും വളം മിക്സ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ചെടി നടുന്നത്. ചാണകപ്പൊടി പരിശുദ്ധം സുരക്ഷിതം. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലിട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇതിൽ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇഷ്ടം പോലെ ചാണകപ്പൊടി ഉണ്ട്, നമ്മൾ നല്ല ലാവിഷായിട്ടില്ല. ഇതിൻ്റെ കുറവുകൊണ്ട് വളരാതിരിക്കേണ്ട ചെടികളൊന്നും. ഫുൾ വളങ്ങളും മിക്സ് ആയതാണ്, ചാണകപ്പൊടി ഇതിലില്ല. അപ്പോൾ ചാണകപ്പൊടീൻ്റെ മുകളിൽ നമ്മൾ ഇതും കൂടി വിതറാണ്. നമ്മൾ ഇതിൽ മിക്സ് വളവും ചാണകവും ഇട്ടിട്ടുണ്ട്. ഇനി ശരിക്കും കളച്ച് ഇത് ഫുള്ള് മണ്ണിനോട് നല്ല അടിപൊളിയായിട്ട് മിക്സാക്കാനുള്ള പരിപാടിയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് നട്ടാലും ഇതിൽ വളരും. ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര ഉറച്ച് ഇതായ മണ്ണായിരുന്നു കേട്ടോ. കൊത്തി 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 വളമൊക്കെ ഇട്ട് ഇനിയിപ്പം നമ്മളെ പ്ലാന്റ് നടാനുള്ള തരത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. വാങ്ങിയ ചെടി ഇതൊക്കെയാണ്. ഈ ചെടിയൊക്കെ നമ്മളെ താമരശ്ശേരി വീട്ടിലുള്ളതാട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാക്കിയപ്പം എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അത് തന്നെ ഇങ്ങോട്ട് പറിച്ചുകൊണ്ടൊന്നല്ല, അതേപോലത്തെ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. ബോഗൺവില്ല എന്താ പറയുക, നല്ലൊരു ഓറഞ്ച് കളറ്. ഇത് വീട്ടിൽ പിങ്കും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഉള്ളത്. ഇതിപ്പം നല്ല ഓറഞ്ച് കളർ. പിന്നെ നമ്മളെ യുജീനിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. ഇതിനൊരു ചെറിയ നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇതും ഒക്കെ വീട്ടിലുള്ളതാണ്. എന്നാലും എന്താ പറയുക, ഇവിടെ നട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ നല്ല ബുഷ് പോലെ സംഭവം ഇങ്ങനെ വളർന്നു വരും, കാണാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം അങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ബോഗൺവില്ലേൻ്റെ പണി നോക്കാം. ഇവിടെ കയറി വരുന്നിടത്ത് ഇത് കുറച്ച് വലുതാവും. ബുഷ് ടൈപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എങ്ങനെയാണെങ്കിലും ഇത്രയൊക്കെ വലുതാവും. അപ്പം ആദ്യം കയറി വരുന്ന ഈ സൈഡിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് ബോഗൺവില്ലേനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കടലാസ് പൂ
അയ്യോ മിക്കി കരയുന്നു, മിക്കി മിക്കി മിക്കി. അതൊക്കെ കുറേ കാലം പിടിക്കും ശ്രീനേട്ടാ വളർന്നു വരാൻ. അടുത്ത വട്ടം വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഫുള്ള് എന്താ പറയുക നടന്നിട്ടുണ്ട്. ഇനിയിപ്പം അമ്മേൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ഇതിൻ്റെ നനയും കാര്യങ്ങളൊക്കെ. അപ്പം എന്താ പറയുക ഇരുട്ടി ഞങ്ങൾ താമരശ്ശേരിക്ക് പോകാൻ നോക്കട്ടെ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.